ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ബൺ മസ്കയാണ്. ആദ്യം വേണ്ടത് അൺസോൾട്ടഡ് ബട്ടറാണ്, പിന്നെ കുറച്ച് വാനില എസെൻസും കണ്ടൻസ്ഡ് മിൽക്കും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുക വേണ്ടത്. സോഫ്റ്റ് ആയെന്ന് വരെ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് ബീറ്റായി കിട്ടാൻ ഒരുപാട് ടൈം എടുത്തു, കാരണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ബട്ടറാണ് എടുത്തത്. നിങ്ങൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ ഒരു പാനിൽ നമ്മൾ ഈ ബണ്ണ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ ബണ്ണും നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ബണ്ണിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ആ ബണ്ണിൻ്റെ രണ്ട് വശത്തായിട്ടും നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഈ ബണ്ണ് നമ്മൾ ഒരുമിപ്പിച്ച് അതിൻ്റെ ചുറ്റോറം നമ്മൾ കുറച്ചും കൂടി ക്രീം തേച്ച് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ ബണ്ണും നമ്മൾ അതുപോലെ ചെയ്യണം. പിന്നീട് നമ്മൾ ഉണ്ടാക്കുന്നത് ഇറാനി ചായയാണ്. ഞാൻ ഈ കുക്കറിലൊന്നല്ല ഉണ്ടാക്കുന്നത്, സാധാ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ വെള്ളം വെച്ച് അതിലേക്ക് 2 സ്പൂണ് ചായപ്പൊടി ഇടുന്നു. പിന്നെ നമ്മൾ ഏലക്കയും ഇഞ്ചിയും ഇടുന്നു. അതിന് ശേഷമാണ് നമ്മൾ പാലൊഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ചൂടായിട്ട് നമ്മളിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പിന്നീട് നമ്മൾ മിൽക്കി മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഇറാനി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇറാനി ചായയും ബൺ മസ്കയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്.